നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി MS ആണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ NK പ്രേമചന്ദ്രൻ സാറാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിച്ച ജനപ്രതിനിധിയാണ് ശ്രീ NK പ്രേമചന്ദ്രൻ സാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിൽ തുടങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം, ലോക്സഭാ അംഗം, രാജ്യസഭാ അംഗം, നിയമസഭാ അംഗം തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യം സുദീർഘമാണ്. മികച്ച പാർലമെന്റേറിയൻ, മികച്ച പ്രഭാഷകൻ, മികച്ച എഴുത്തുകാരൻ എന്ന നിലയിൽ തുടങ്ങി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വം, മികവാർന്ന ആ ഒരു വ്യക്തിത്വം ശരിക്കും പറഞ്ഞാൽ ഈ 18ാം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥിയാകുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറെ ആകർഷിക്കുന്ന ഒരു മത്സരമായി, ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം നമ്മുടെ പ്രിയപ്പെട്ട NK പ്രേമചന്ദ്രൻ സാറിനോട്. സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ NK പ്രേമചന്ദ്രൻ സാറിനെ. സ്വാഗതം സർ. അപ്പോൾ ആകെ തെരഞ്ഞെടുപ്പ് ചൂടാണ് അല്ലേ? തെരഞ്ഞെടുപ്പ് ചൂടാണ്. അതോടൊപ്പം തന്നെ സാറ് പ്രചരണത്തിന്റെ തിരക്കിലാണ് നമ്മളോടൊപ്പം ഒരല്പം നേരം എത്തിയത്. അതിന്റെ സന്തോഷം കൂടി അറിയിക്കുകയാണ് സാറിന്. അപ്പോൾ നമ്മുടെ പ്രചരണത്തിന്റെ രീതിയിലേക്ക് വരുവാണെങ്കിൽ പ്രചരണം ഒരുപാട് മാറിയിരിക്കുന്നു, പുതിയ രീതികളെത്തി. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഒരു പക്ഷേ ജനനം തിരുവനന്തപുരം ആണ് അല്ലേ? തിരുവനന്തപുരം സ്വദേശിയാണ്, പക്ഷെ കർമ്മം കൊണ്ട് കൊല്ലംകാരനാണ്. ഇന്ന് നമ്മുടെ കൊല്ലംകാർക്ക് നമ്മുടെ പ്രചരണത്തിന്റെ രീതി നോക്കുകയാണെങ്കിൽ കൊല്ലത്തിന്റെ സ്വന്തം പ്രേമല്ലു എന്നാണ്. എങ്ങനെയാണ് നമ്മളെ സ്വന്തം കൊല്ലംകാരുടെ സ്വന്തം പ്രേമല്ലു ആയത്? ഞാന് തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും അതിർത്തി പ്രദേശമായ നാവായിക്കുളം പ്രദേശത്താണ് ജനിച്ചത്, ഗ്രാമത്തിലാണ്. പക്ഷെ എന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഏതാണ്ട് നല്ലൊരു കാലയളവും കൊല്ലത്തായിരുന്നു. ഞാന് അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം മുഖത്തല സെന്റ് ജൂഡ് ബോർഡിങ്ങിൽ താമസിച്ച് അവിടെയാണ് പഠിച്ചത്. കഴിഞ്ഞ പ്രീ ഡിഗ്രിയും അതുപോലെ ഡിഗ്രിയും 5 വർഷം, 75 മുതൽ 80 വരെയുള്ള 5 വർഷക്കാലം സത്യത്തിൽ ഞാൻ കൊല്ലത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ്, ഫാത്തിമ കോളേജിൽ പഠിച്ചാണ് ഡിഗ്രി എടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനവും ഒക്കെ RSPയുടെ ശക്തമായ സ്വാധീനമുള്ള മേഖല എന്ന നിലയിൽ കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ പിന്നീട് ആരംഭിച്ചത്. അപ്പോൾ ആ നിലയിൽ കൊല്ലത്തെ ജനങ്ങളുമായും കൊല്ലത്തെ ജനകീയ പ്രശ്നങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മാത്രമല്ല നല്ലൊരു അടുപ്പം കൊല്ലം വൈകാരികമായി, മാത്രമല്ല എൻ്റെ കുടുംബം, എൻ്റെ അച്ഛൻ വ്യാവസായിക രംഗത്തൊരു പ്രധാനപ്പെട്ട സംരംഭകനായിരുന്നു. കശുവണ്ടി വ്യവസായം, അതുപോലെ തന്നെ മറൈൻ ഇൻഡസ്ട്രി, ശക്തികുളങ്ങരയിൽ ഫിഷിംഗ് ബോട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടും കൊല്ലമായിരുന്നു സത്യത്തിൽ പ്രവർത്തന കേന്ദ്രവും എല്ലാം. കാരണം ഇനി കൊല്ലത്തേക്ക് 28 കിലോമീറ്റർ, തിരുവനന്തപുരത്തേക്ക് 28 മൈലുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളെ സ്ഥലത്ത് 28ാം മൈൽ എന്ന പേര് വന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊല്ലവുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സ്വീകാര്യത കൊല്ലത്തെ ജനങ്ങളിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. അത് പ്രകടമായത് 1996 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി കൊല്ലത്ത് ഞാൻ മത്സരിക്കുന്നത്. ആ മത്സരിച്ചപ്പോൾ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, തുടർന്ന് ഇങ്ങോട്ടുള്ള എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും വലിയ ഒരു ചാലക ശക്തിയായി അല്ലെങ്കിൽ ഒരു ശാക്തിക സ്രോതസ്സായി കൊല്ലം എന്നോടൊപ്പം നിന്നു, ഞാൻ കൊല്ലത്തോടൊപ്പം നിന്നു. അത് കൊല്ലത്തിന്റെ ഒരു സ്വന്തം അല്ലെങ്കിൽ കൊല്ലത്തിന്റെ സ്വന്തം അഹങ്കാരം അല്ലെങ്കിൽ കൊല്ലത്തിന്റെ സ്വന്തം ഇഷ്ടം എന്നൊക്കെ ഉള്ള നിലയിലേക്കുള്ള വിശേഷണങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു ലൈവ് ടെലികാസ്റ്റിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നു. ഞാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അതായത് ഈ കഴിഞ്ഞ 10 വർഷത്തെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച് നോക്കിയാൽ 770 ചില്ലുവാനും ചോദ്യങ്ങൾ, നിരവധി 500-ലധികം ഡിബേറ്റുകൾ, അതുപോലെ നിരവധിയായിട്ടുള്ള ഇന്റർവെൻഷൻസ് ഒക്കെ സഭയിൽ ഞാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ അടിയിൽ എഴുതി കാണി NK പ്രേമചന്ദ്രൻ കൊല്ലം എന്നാണ്. അപ്പോൾ കൊല്ലത്തിന്റെ പേരും എൻ്റെ പേരും ഏതാണ്ട് പരസ്പര പൂരകമായി ചേരുന്ന നിലയിലേക്ക് വരികയും
കൊല്ലത്തിൻ്റെ വികാര വിചാരങ്ങൾക്ക് അനുരോധമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും കൊല്ലത്തിൻ്റെ സ്വന്തം, കൊല്ലത്തിൻ്റെ ഇഷ്ടം, കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട എന്ന നിലയിലേക്കുള്ളൊരു വിശേഷണം എത്തിച്ചേർന്നു. അത് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ഉൾക്കൊള്ളുന്നത്. കൊല്ലത്തിന്റെ ശബ്ദമായി വർഷങ്ങളായി നിൽക്കുവാണ് സർ, അല്ലേ? എന്ത് തോന്നുന്നുണ്ട് സാറിന് നമ്മുടെ ഈ ഒരു കൊല്ലത്തിന്റെ ശബ്ദമായി നിൽക്കുമ്പോൾ, ഒരു മികച്ച പാർലമെന്ററിയനായിട്ട് നിൽക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള അംഗീകാരത്തിൽ നിൽക്കുമ്പോൾ കൊല്ലത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് സ്വന്തമായി തോന്നിയിട്ടുള്ളത് എന്താണ്? പലപ്പോഴും ആ ഒരു വികാരം എന്താണ്? തീർച്ചയായും ഞാൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾ, ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രദേശം, അവിടെ ഉൾക്കൊള്ളുന്ന ജനങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് നമ്മൾ കൊല്ലത്തിൻ്റെ ഇഷ്ടക്കാരനായി, കൊല്ലത്തിൻ്റെ പ്രതിനിധിയായി മാറിത്തരുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, കൊല്ലം ജില്ല സാർവദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ളത് കശുവണ്ടി വ്യവസായത്തിൻ്റെ പേരിലാണ്. പരമ്പരാഗത വ്യവസായ മേഖലയായിട്ടുള്ള കശുവണ്ടി വ്യവസായം അന്യം നിൽക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതാണ്ട് 1,65,000 കശുവണ്ടി തൊഴിലാളികൾ പ്രവർത്തിയെടുത്തിരുന്ന ഈ മേഖലയിൽ ഇന്ന് നാമമാത്രമായ 10,000-15,000 തൊഴിലാളികൾക്ക് മാത്രം പണിയുള്ള സ്ഥിതിയിലേക്ക് കശുവണ്ടി വ്യവസായത്തിൻ്റെ തകർച്ച കൊല്ലത്തിൻ്റെ വ്യാപാര വാണിജ്യ മേഖലയുടെ തന്നെ തകർച്ചയ്ക്ക് വഴിതെളിച്ചു എന്ന് വേണം കരുതാൻ. സത്യത്തിൽ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല, വ്യാവസായിക പ്രതാപത്തിൻ്റെ പ്രതീകമെന്ന് വിശേഷിപ്പിച്ചിരുന്ന, പ്രത്യേകിച്ചും പരമ്പരാഗത വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിച്ചിരുന്ന കശുവണ്ടി വ്യവസായ മേഖലയുടെ തകർച്ച നന്നായി നമ്മുടെ ജില്ലയെ, നമ്മുടെ നാടിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, സാമൂഹികമായി പല ഘടകങ്ങളും അതുമായി ചേരുന്നു. പിന്നെ ആധുനികതയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് മറ്റു പല നഗരങ്ങളും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളും ഒക്കെ പുരോഗമിക്കുമ്പോൾ അതിനനുരോധമായിട്ടുള്ള വളർച്ചയിലേക്ക് പോകാൻ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതും വസ്തുതയാണ്. അതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്ഥലപരിമിതി തന്നെയാണ്. ഒരു ഭാഗത്ത് അഷ്ടമുടിക്കായലും മറുഭാഗത്ത് അറേബ്യൻ കടലും. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ് സത്യത്തിൽ. അത് തന്നെയാണ് ഏതാണ്ട് ആലപ്പുഴയും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. അപ്പോൾ സ്ഥലലഭ്യതക്കുറവ് പലപ്പോഴും നമ്മുടെ നാടിൻ്റെ ആഗ്രഹിക്കുന്ന വികസനോന്മുഖ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. പിന്നെ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൻ്റെ തന്നെ ഒരു പൊതു പ്രത്യേകതയാണ് കടലും സമതലവും മലയോരവും ഉൾപ്പെട്ട മേഖല. നമ്മുടെ തന്നെ അച്ചൻകോവിലും ആര്യങ്കാവും തെന്മലയും കുളത്തൂപ്പുഴയും വടത്തുറയും ഉൾപ്പെടെയുള്ള കിഴക്കൻ മലയോര പ്രദേശങ്ങൾ, അതുപോലെ തന്നെ സമതല പ്രദേശങ്ങൾ, അത് കഴിഞ്ഞ് കടലോര മേഖല, കായലോര മേഖല, അങ്ങനെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജില്ല എന്ന നിലയിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ മഹത്വം, നമ്മുടെ നാടിൻ്റെ പ്രകൃതി സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എല്ലാം കൂടി ഇഴുകിച്ചേർന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, കൊല്ലത്തിൻ്റെ നഷ്ടം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ വ്യാവസായിക മേഖലയിൽ, പരമ്പരാഗത വ്യവസായ മേഖലയിൽ നമുക്ക് വന്ന് ഭവിച്ചിട്ടുള്ളൊരു വലിയ നഷ്ടം തന്നെയാണ് ഈ വ്യവസായത്തിന്റെ തകർച്ച. അപ്പം പറഞ്ഞു കൊല്ലത്തിന് ഇങ്ങനെ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെ തന്നെ കൊല്ലം പല കാര്യങ്ങളിലും പണ്ട് ഒരുപാട് മുന്നിൽ നിന്നിട്ടായിരുന്നു, നമ്മൾ പിന്നീട് വളർച്ചയിൽ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ടോ? അപ്പൊ സാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ലേ ഇനിയും മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കൊല്ലത്തിനെ അങ്ങനെ എത്തിക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിൽ ഏറ്റവും പ്രധാനം ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് കൊല്ലത്തിൻ്റെ ടൂറിസം സാധ്യതകൾ പരിശോധിക്കുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അറബിക്കടലും അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട ബാക്ക് വാട്ടർ ടൂറിസം, അതുപോലെ കോസ്റ്റൽ ടൂറിസം, അതുപോലെ ഹിൽ ടൂറിസം, അതിൽ എക്കോ ടൂറിസം എന്ന പേരിൽ നമ്മൾ തുടങ്ങിയെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന നിലയിലുള്ള വളർച്ചയും പുരോഗതിയും കൈവരിക്കാൻ തെന്മല എക്കോ ടൂറിസത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. പിന്നെ വലിയൊരു പ്രത്യാശയായി, പ്രതീക്ഷയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതാണ് ചടയമംഗലം ജഡായുപ്പാറ ടൂറിസം. അത് സത്യത്തിലൊരു ലോകാത്ഭുതങ്ങളിലൊന്നായി പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു വലിയ വികസന സംരംഭം. പക്ഷെ അതും പലതരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും തർക്കവിതർക്കങ്ങളും കൊണ്ട് അതും ആഗ്രഹിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതിനെ എല്ലാറ്റിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം നെറ്റ്വർക്ക്, കണക്ടിവിറ്റി, അത് സാധ്യമാക്കിക്കൊണ്ട് നമ്മുടെ ജില്ലയുടെ സമഗ്രമായ വികസനം സാധ്യമാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. കാരണം അത്
ഇപ്പൊ തന്നെ ആലപ്പുഴയിൽ ടൂറിസം രംഗത്ത് ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ച നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു ബാക്ക് വാട്ടർ ടൂറിസം തന്നെയാണ്. ഏതാണ്ട് അതിന് സമാനമായ നിലയിൽ, അത്രത്തോളം വന്നില്ലെങ്കിൽ പോലും അതിന് സമാനമായ നിലയിലുള്ള സാധ്യതകൾ അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട് അറബിക്കടലുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കുണ്ട്. ആലപ്പുഴ ജില്ലയെ അപേക്ഷിച്ചുകൊണ്ട് ഹിൽ ടൂറിസം അല്ലെങ്കിൽ കിഴക്കൻ മേഖലയിലെ ആ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ടൂറിസം സാധ്യതകളും ഒക്കെ നമുക്ക് പ്രയോജനപ്രാപ്തി. ഞാൻ പറഞ്ഞു വന്നത്, ടൂറിസം വികസനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സാധ്യതകൾ ഇനിയും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം. വൻകിട വ്യവസായങ്ങൾ, മൂലധന നിക്ഷേപത്തോടു കൂടിയിട്ടുള്ള വലിയ വ്യവസായങ്ങൾ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പരിമിതമായ സാധ്യതകൾ മാത്രമാണ്. അപ്പോൾ കുറെ കൂടി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം പോലെ, IT പോലെ ഒക്കെയുള്ള സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കൊല്ലത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. സർ, MP ആയി ഇരുന്നപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ വികസനങ്ങളിൽ ഉള്ള കാര്യമാണ് ഇപ്പോൾ ബൈപ്പാസിൻ്റെത്, അതിൻ്റെ ഉദ്ഘാടനവുമൊക്കെ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പണി നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനൊക്കെ. ഇതൊക്കെ നമ്മുടെ കൊല്ലത്തിന് എത്രത്തോളം പ്രാധാന്യം നേടിത്തരാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട് സാർ? ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പണി വളരെയധികം നമ്മൾ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് അല്ലേ? ഇതിൽ ബൈപ്പാസിന്റെ കാര്യത്തിൽ നമ്മൾ 10-40, അതാണ് ഞാൻ നമ്മുടെ വികസനോന്മുഖ രംഗത്ത് നമ്മുടെ കാഴ്ചപ്പാടിന്റെയും പ്രവർത്തനക്ഷമതയുടെയും പരാജയത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ് സത്യത്തിൽ നാഷണൽ ഹൈവേ ബൈപ്പാസ് കൊല്ലം. കാരണം ഇത് RS ഉണ്ണി ക്ഷമിക്കണം, TK ദിവാകരൻ, അദ്ദേഹം മരിച്ചിട്ട് തന്നെ ഇപ്പോൾ 40-48 വർഷത്തോളമായി. TK ദിവാകരൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ എൻവിസേജ് ചെയ്ത, രൂപകൽപ്പന ചെയ്ത ഒരു സ്കീമാണ് കൊല്ലം ബൈപ്പാസ്. ഏതാണ്ട് 1/2 നൂറ്റാണ്ട് പിന്നിടുന്നു. 40-45 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. സത്യത്തിൽ അന്ന് പൂർത്തിയായിരുന്നെങ്കിൽ കൊല്ലത്തിന്റെ വികസന സാധ്യതകൾ എന്താകുമായിരുന്നു? അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ നാഷണൽ ഹൈവേ ബൈപ്പാസ് ഒരു സാഹസിക യജ്ഞത്തിലൂടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത സാമ്പത്തിക പങ്കാളിത്തത്തോടുകൂടി ശ്രീ ഉമ്മൻചാണ്ടി മുൻകൈയെടുത്ത് അത് പ്രാവർത്തികമാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ അല്ലാതെ തന്നെ ദേശീയ തലത്തിൽ തന്നെ ദേശീയപാത വികസനത്തിനൊരു വലിയ ഊന്നൽ നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായി നാഷണൽ ഹൈവേ ബൈപ്പാസ് നാഷണൽ ഹൈവേ ആയി തന്നെ മാറിക്കഴിഞ്ഞു. അതിന് 4 വരിപ്പാതയായി വികസിക്കുകയാണ്. ഈ അടിസ്ഥാന സൗകര്യ വികസനമാണ് വളർച്ചയിൽ, പുരോഗതിയിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. അത് റോഡ് ഗതാഗതമായാലും പോർട്ടായാലും എയർ കണക്ടിവിറ്റി ആയാലും അത് വികസിച്ചു കഴിഞ്ഞാൽ, അത് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും നാടിന്റെ വളർച്ച, സാമ്പത്തിക വളർച്ചയ്ക്ക് അതിന് സഹായകരമായി മാറിത്തീരും. അതുപോലെ തന്നെയാണ് റെയിൽവേ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ ഇപ്പോൾ കൊല്ലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കൊല്ലത്ത് ഇപ്പോൾ 361 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിൽ, അതായത് വിമാനത്താവളങ്ങൾക്ക് സമാനമായ നിലയിലുള്ള റെയിൽവേ സ്റ്റേഷൻ, എല്ലാവിധമായ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. അത് ബിഫോർ ടാർഗറ്റാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ 2026 എന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് 2025 ഡിസംബറോടുകൂടി തന്നെ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന നിലയിൽ അത് മുന്നോട്ട് പോവുകയാണ്. പിന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇലക്ട്രിഫിക്കേഷൻ ആണെങ്കിലും ഡബ്ലിംഗ് ആണെങ്കിലും കൊല്ലം ചെങ്കോട്ട പാതയുടെ പുനരുദ്ധാരണം ഉൾപ്പെടെ നിരവധിയായ കാര്യങ്ങളിലൊക്കെ ഇന്നലകളിൽ നമുക്ക് എത്ര കാലമായി കിടന്ന പദ്ധതികളാണ്, അഴിഞ്ഞു നീങ്ങിയിരുന്ന പദ്ധതികളാണ് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ റെയിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ, ഹൈവേ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ വലിയ മാറ്റം കൊല്ലം. പുതിയൊരു ദേശീയപാത വരുന്നു, നാഷണൽ ഹൈവേ 744 കൊല്ലം ജില്ലയുടെ തെക്കൻ അതിർത്തിയായിട്ടുള്ള കടമ്പാട്ടുകോണത്ത് നിന്ന് ആരംഭിച്ച് ചടയമംഗലം, പത്തടി, ഇടമൺ, തെന്മല, ആര്യങ്കാവ് വഴി തിരുമംഗലത്തേക്ക് പോകുന്ന 4 വരി പാതയിലുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ. അത് ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ആ റോഡിനെ സംബന്ധിച്ചിടത്തോളം. 6000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെത്. നിർഭാഗ്യവശാൽ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെയൊക്കെ തടസ്സങ്ങൾ പരിശോധിച്ചാൽ ഇത്രയും രാഷ്ട്രീയ അതിപ്രസരമുള്ള നമ്മുടെ ജില്ല മാത്രമല്ല കേരളത്തിന്റെ പൊതുസ്ഥിതി അതാണ്. കാരണം അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി അത് നടപ്പാകുമെന്നുള്ളത് കൊണ്ട് മാത്രം ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കൺകറൻസ് കൊടുക്കാതെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത് കൊല്ലം നാഷണൽ ഹൈവേ ഒരു പുതിയ നാഷണൽ ഹൈവേയുടെ കാര്യത്തിലായാലും നിലവിലുള്ള ഹൈവേകൾ 4 വരിപ്പാതയായി വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് കൊല്ലം തേനിയാണെങ്കിലും കൊല്ലം ചെങ്കോട്ടയാണെങ്കിലും ഇടമണാണെങ്കിലും
പുതിയൊരു നാഷണൽ ഹൈവേ ചവറയിൽ നിന്ന് ആരംഭിക്കുന്നതിൻ്റെ പ്രപ്പോസൽസ്, അതിൻ്റെ അലൈൻമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ശാസ്താംകോട്ട ഭരണിക്കാവിലേക്കുള്ളൊരു നാഷണൽ ഹൈവേ 183 ക്യാപിറ്റൽ എ. ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ കൊല്ലം ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വിസ്മയകരമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന നിരവധി പദ്ധതികളാണ് പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നത്. പലതും ആസൂത്രണ ഘട്ടത്തിലുള്ളത്. ഇതൊക്കെ മെച്ചപ്പെട്ട നിലയിൽ പുരോഗമിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ നാടിൻ്റെ വികസനോന്മുഖ ചിത്രത്തിൽ വലിയ മാറ്റമുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ റെയിൽവേ സ്റ്റേഷൻ നവീകരണം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും നമുക്ക് റെയിൽവേയിൽ പുതിയ മാറ്റങ്ങൾ, ഇപ്പോൾ കൊല്ലത്തിന് തന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കൊല്ലം ചെങ്കോട്ട റോഡൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ട്രാക്കൊക്കെ സിംഗിൾ ആണല്ലോ. അതിനി നമുക്ക് കൂടുതൽ വികസനമൊക്കെ വരാനുള്ള സാഹചര്യമുണ്ടോ? ഇപ്പോൾ ഡബിൾ ട്രാക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, പക്ഷെ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. കാരണം വളരെ ഗഡ് റീജിയൻസ് ആണ്. ഇപ്പോൾ പുനലൂർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുഴുവൻ മലയോര മേഖലകളാണ്. ഇപ്പോൾ തന്നെ ആ പണി പൂർത്തീകരിച്ചത് എനിക്കറിയാം. ഞാൻ ഡേ ടു ഡേ അത് നേരിട്ടൊരു MP എന്ന നിലയിൽ നേരിട്ട് ആ പ്രവർത്തനങ്ങൾ കണ്ടയാളാണ്. നിരവധി തുരങ്കങ്ങളും ഗഡ് റീജിയൻസുമുള്ള പ്രദേശത്തൊരു പാത നിർമ്മിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് നല്ലതുപോലെയാണ്. പക്ഷെ മറ്റൊരു കാര്യം, ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ ഇപ്പോൾ ഏപ്രിൽ പൂർത്തീകരിക്കും. ഇലക്ട്രിഫിക്കേഷൻ പൂർത്തീകരിക്കുന്നതോടുകൂടി അവിടെ തീവണ്ടിയുടെ വേഗത വർദ്ധിപ്പിച്ച് 80 km/h യാത്ര ചെയ്യാൻ കഴിയുന്നതോടുകൂടി കൂടുതൽ തീവണ്ടി സർവീസുകൾ ആരംഭിക്കാൻ കഴിയും. കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് കൂടുതൽ തീവണ്ടി സർവീസുകൾ ആരംഭിക്കാൻ കഴിയും. പിന്നെ അവിടെ ടൂറിസത്തിന്റെ സാധ്യത, വിസ്റ്റാഡോം കോച്ചസ്, അതിതാണ് ഈ പറയുന്ന പാളം സ്ട്രെങ്തൻ ചെയ്യാനും നിലവിലുള്ള ഈ കോച്ചസ് മാറ്റി LBH കോച്ചസ് ആക്കി കഴിഞ്ഞാൽ വിസ്റ്റാഡോം കോച്ചസ്, ടൂറിസത്തിന് വേണ്ടി മാത്രമുള്ള തീവണ്ടി സർവീസ് നമുക്ക് ആരംഭിക്കാൻ കഴിയും. കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് സത്യത്തിൽ കൊല്ലം ചെങ്കോട്ട തീവണ്ടി പാതയിലാണ്. ആ ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ ആ മേഖല വികസിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചിലപ്പം നമുക്കറിയാം, ഇപ്പം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് EPF-ന്റെ ESIക്കും ഒക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാമോ? അത് വളരെ പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കശുവണ്ടി തൊഴിലാളികൾ അടങ്ങുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ കശുവണ്ടി വ്യവസായത്തിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ആനുകൂല്യങ്ങളാണ് PF-ഉം ESIയും. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ തൊഴിലാളികൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ, എംപ്ലോയീസ് പെൻഷൻ സ്കീം 1995 എന്ന പേരിൽ PF പെൻഷൻ അനുവദിക്കപ്പെട്ടു 1995. പക്ഷെ ആ PF പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനോമലീസ് ഉണ്ടായിരുന്നു. ഒറ്റ ഉദാഹരണം സൂചിപ്പിക്കാം. പെൻഷൻ പറ്റി പിരിയുന്ന ഒരു തൊഴിലാളി പെൻഷൻ പറ്റുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന EPS സ്കീമിലെ അല്ലെങ്കിൽ പെൻഷൻ സ്കീമിലുള്ള മൊത്തം തുകയുടെ 33.33 മൂന്നിലൊന്ന് കമ്മ്യൂട്ട് ചെയ്തെടുക്കാം. അഡ്വാൻസ് ആയിട്ട് എടുക്കാം. അഡ്വാൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പെൻഷൻ തുകയിൽ നിന്ന് ഈ തുക പിടിക്കും. ഈ കമ്മ്യൂട്ട് ചെയ്തെടുത്ത തുക പൂർണ്ണമായും പെൻഷൻ തുകയിൽ നിന്ന് തിരിച്ചു പിടിച്ചാലും ഈ പാവപ്പെട്ട തൊഴിലാളി മരിക്കുന്നത് വരെ പെൻഷൻ തുക ഡിഡക്ഷൻ ഉണ്ടാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 30,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ അഡ്വാൻസ് എടുത്തിട്ടുള്ള ഒരു കമ്മ്യൂട്ട് ചെയ്തെടുത്തൊരു തൊഴിലാളി 15,000 കഴിഞ്ഞ് 30,000 40,000 കഴിഞ്ഞാൽ പോലും ഈ തുക പിടുത്തം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. ഒരൊറ്റ ഉദാഹരണമാണ്. ഇതാണ് പാർലമെന്റിൽ ഒരു സ്വകാര്യ പ്രമേയം കൊണ്ടുവന്ന് PF-വുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങളുണ്ട്. പെൻഷനുമായി ബന്ധപ്പെട്ട അതിൽ പരിഹരിക്കാൻ പാർലമെന്റിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിച്ചൊരു വിഷയമാണ് 15 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കാൻ പാടില്ല. അപ്പോഴത്തേക്ക് എടുത്ത തുക തിരിച്ചടയ്ക്കുന്ന സ്ഥിതി വരും. ഇത് ഏതാണ്ട് 10-65 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾക്ക് ആശ്വാസകരമായി മാറിത്തീർന്നു. അതുപോലെ യഥാർത്ഥ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ, ആക്ച്വൽ വേജസിന്റെ അടിസ്ഥാനത്തിലുള്ള കോൺട്രിബ്യൂഷൻ നൽകി ഹയർ പെൻഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കീം, എംപ്ലോയീസ് പെൻഷൻ സ്കീമിൽ അല്ലെങ്കിൽ പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ സ്കീമിൽ നിലവിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കുന്നതിന് പാർലമെന്റിൽ ഞാൻ കൊണ്ടുവന്നൊരു സ്വകാര്യ പ്രമേയം 9 ദിവസം ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്തു. ഏതാണ്ട് 9 ദിവസം 8.5 മണിക്കൂറാണ് അത് ചർച്ച ചെയ്തത്. ഞാൻ കൊണ്ടുവന്നൊരു പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ്. എൻ്റെ ഹൗസ് പാർലമെന്റ് ഐകകണ്ഠന ഭരണ പ്രതിപക്ഷ ഭേദം കൂടാതെ എല്ലാവരും അംഗീകരിച്ചു. മന്ത്രിക്കും അവസാനം പലതിലും സമ്മതിക്കേണ്ടി വന്നു. ഞാൻ അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്
മന്ത്രിയുടെ മറുപടിയിൽ മന്ത്രി അവസാനം ഉത്തരവ്, ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വന്നത് ഒരു കമ്മിറ്റിയെ വെച്ചു. ഈ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ആകെ പരിശോധിച്ച് പരിഹാര മാർഗങ്ങൾ ശുപാർശ ചെയ്യാൻ വേണ്ടി ഹൈ എംപവേർഡ് കമ്മിറ്റി എന്ന പേരിൽ ഒരു ഉന്നതാധികാര സമിതിയെ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചു. ആ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വന്ന ഒരു പരാമർശം ഇതായിരുന്നു: ഈ ശുപാർശകൾ, ഉന്നതാധികാര സമിതി ശുപാർശകൾ ഗവൺമെന്റിന് സമർപ്പിക്കുന്നതിന് മുമ്പായി NK പ്രേമചന്ദ്രൻ MP-യുമായി കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി എടുത്തതിന് ശേഷമേ ശുപാർശകൾ സമർപ്പിക്കാവൂ എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉത്തരവിൽ ഒരു നിർദ്ദേശം വരിക എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്റ് അംഗത്തിന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ അഭിമാനത്തിന് വക നൽകുന്നൊരു പ്രശ്നമില്ല സാധാരണഗതിയിൽ. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ഇമ്പാക്റ്റ് ഹൗസിൽ, പാർലമെന്റിൽ ഉണ്ടാകത്തക്ക നിലയിൽ ആ വിഷയം അവതരിപ്പിച്ചു. ചോദ്യവും മറുപടിയും ചർച്ചയും മിനിസ്റ്ററുമായിട്ടുള്ള സംവാദവും വളരെ അതിഭയങ്കരമായി. ഇത് കൊല്ലത്തെ പ്രശ്നം ദേശീയ തലത്തിൽ മൊത്തത്തിൽ അത് 95 ലക്ഷത്തോളം എംപ്ലോയീസ് പെൻഷൻ സ്കീമിലെ പെൻഷൻകാർക്ക്, പ്രത്യേകിച്ച് വ്യവസായ മേഖലയിൽ പ്രവർത്തിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. ദേശീയ തലത്തിൽ ഞാൻ അറിയപ്പെടുന്നത് PF പെൻഷന്റെ പേരിലാണ്. സത്യത്തിൽ അതാണ് എനിക്ക് ദേശീയ തലത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന ലഭിച്ചിൽ ലഭിച്ചിട്ടുള്ള അംഗീകാരം. പിന്നെ മറ്റൊന്ന് ESIയുമായി ബന്ധപ്പെട്ട്, ഒന്ന് ESI ലഭിക്കണമെങ്കിൽ, ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഉണ്ടായിരുന്ന വരുമാന പരിധി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഇടപെടലിന്റെ ഭാഗമായി. രണ്ട്, ഈ ESI മെഡിക്കൽ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന ഹാജർ നില. നമ്മുടെ കശുവണ്ടി വ്യവസായം പോലെയുള്ള സീസണൽ കശുവണ്ടി വ്യവസായത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഒരു കാരണവശാലും ആ നിശ്ചയിച്ച ഹാജർ നില അനുസരിച്ച് ഈ പറയുന്ന മെഡിക്കൽ ബെനിഫിറ്റ് കിട്ടില്ല. അത് പകുതിയായി കുറച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ 76 അറ്റൻഡൻസ് 6 മാസത്തിലുണ്ടെങ്കിൽ ESI മെഡിക്കൽ ബെനിഫിറ്റ് കിട്ടും. അത് കൊണ്ടുവരാനും ചോദ്യോത്തരവേളയിലൂടെയും സബ്മിഷനിലൂടെയും ഞാൻ തന്നെ അംഗമായിട്ടുള്ള ലേബർ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലൂടെയും ഒക്കെയാണ് അത് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഒന്നുകൂടി കശുവണ്ടി തൊഴിലാളികളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു ഉത്തരവ് വന്നതാണ്, 2014 വന്ന ഉത്തരവാണ്. 3650 അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ 3650 അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തൊഴിലാളിക്ക് പെൻഷൻ കിട്ടൂ തുടർച്ചയായി. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 365 ദിവസവും പണിയെടുക്കും. ഒരിക്കലും അത് സാധ്യമല്ല. ഒരു സീസണൽ, അപ്പോൾ അത് സീസണൽ ഇൻഡസ്ട്രി അതിൽ നിന്ന് ഒഴിവാക്കി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കശുവണ്ടി വ്യവസായ മേഖല ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർ പണിയെടുക്കുന്ന വിവിധ വിഭാഗം തൊഴിലാളികൾക്ക് ആശ്വാസകരമാകുന്ന ഒത്തിരി നടപടികൾ ESI, PF തുടങ്ങിയിട്ടുള്ളവയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ LIC തുടങ്ങി അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക്, ഇപ്പോൾ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളികൾ, ഈ പറയുന്ന നിരവധി വിഭാഗം തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം എക്സ്റ്റെൻഡ്, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് ESI ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്, ചർച്ചയിലിരിക്കുന്നത്. തീർച്ചയായും പരിഗണിക്കുമെന്ന ഒരു ഘട്ടത്തിൽ സഭയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര തൊഴിൽ മന്ത്രി ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഇതേ സ്കീം തന്നെയാണ് ESI. ഇന്ന് എന്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുന്നത് മെഡിക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. ഒരു അസുഖം വന്നാൽ തീർന്നു. അപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി, ബൈപ്പാസ് സർജറി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധിതമായി മാറി തീർന്നു കഴിഞ്ഞാൽ സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ ഈ ESI മെഡിക്കൽ ബെനിഫിറ്റ് സ്കീം ഉണ്ടാകുമെങ്കിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളേക്ക് വലിയ ആശ്വാസമായി തീരും. ആ നിലയിലുള്ള ധാരാളം ഇടപെടൽ, അതുപോലെ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ തൊഴിലാളികളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട സമൂഹത്തിന്റെ വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് റൈറ്റ് ടു സീ, കടലവകാശം മത്സ്യത്തൊഴിലാളികളുടേതാണ് എന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സബ്മിഷൻ പാർലമെന്റിൽ ഏറ്റവും ശ്രദ്ധേയമായി വന്നതാണ്. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. വനാന്തരങ്ങളിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ആദിവാസി സമൂഹം വനങ്ങളിൽ പണിയെടുക്കും, വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ആദിവാസികൾക്ക് വനവിഭവങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. മറ്റാർക്കും അതിനുള്ള അവകാശമില്ല. അപ്പോൾ അത് എങ്ങനെയാണ്? റൈറ്റ് ടു ഫോറസ്റ്റ് ആക്ട്, വനാവകാശ നിയമം പാസാക്കിയാണ്. എൻ്റെ അഭിപ്രായം, സമാന സ്വഭാവത്തിലുള്ള ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവരാണ് കടലോര മേഖലയിൽ, കായലോര മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. അതുകൊണ്ടാണ് വനാവകാശ നിയമം പോലെ തന്നെ കടലവകാശം, മത്സ്യത്തൊഴിലാളികൾക്ക് കടലവകാശം ഉറപ്പുവരുത്തുന്ന നിയമം എന്ന് പറഞ്ഞാൽ അവർക്ക് ചില പരിഗണനകളും എക്സംഷൻസും ബെനിഫിറ്റ്സും കിട്ടാൻ പര്യാപ്തമായ നിലയിൽ
കടലവകാശ നിയമം പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടൽ, ഇതെല്ലാം പാർലമെന്ററി രംഗത്ത് നടത്തിയിട്ടുള്ള ഇടപെടൽ, അതിന് ചെറിയ ഇമ്പാക്റ്റ് അല്ല, നല്ല ഇമ്പാക്റ്റ് ഉണ്ടാകും. ഭരണകൂടം ശ്രദ്ധിക്കും, പാർലമെന്റ് ശ്രദ്ധിക്കും. നയരൂപീകരണം വരുമ്പോൾ, നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇതിനൊക്കെ ഈ ചർച്ചകൾക്കൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതാണ് പാർലമെന്റിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ നിലയിൽ ഒരു വലിയ ഇടപെടൽ പാർലമെന്ററി രംഗത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നല്ല പ്രാസംഗിക എന്ന നിലയിൽ എല്ലാവർക്കും സാറിന് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പോലും ഏറെ ശ്രദ്ധിക്കുന്നതാണ്. എങ്ങനെയാണ് സാർ ഇതിന്റെ ഓരോ വിഷയവും ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? എന്താ അതിനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ? പാർലമെന്റിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രസംഗിക്കണമെങ്കിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പ്രസംഗിക്കണമെങ്കിൽ, പ്രത്യേകിച്ചും ചില വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബില്ലുകളിന്മേലൊക്കെ സംസാരിക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കണം. 4-5 മണിക്കൂർ ഇരുന്ന് ഹാർഡായിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലേ കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി വർക്ക് ഒരു ക്രൈസായിട്ട് മാറി. അത് സത്യത്തിൽ ഞാനത് എൻജോയ് ചെയ്യാം. അപ്പോൾ ഒരു ബില്ല് ലഭിച്ചാൽ ആ ബില്ലിന്റെ വിവിധ വകുപ്പുകൾ തലനാരിഴ കീറി പരിശോധിച്ച് അതിലെ പോരായ്മകൾ കണ്ടെത്തി, പോയിന്റ്സ് കണ്ടെത്തി, അതിന്റെ ഫീഡ്ബാക്ക് എടുത്ത് ഒരു പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു സംരംഭത്തിൽ ഏർപ്പെടുകയാണ്, ഒരു റിസർച്ച് ഓറിയൻ. അപ്പോൾ അതിലൊരു നല്ല കൗതുകവും താല്പര്യവും ഉണ്ടായ പശ്ചാത്തലത്തിൽ ഞാൻ മിക്കവാറും ബില്ലുകളെല്ലാം പഠിച്ച് അതിൻ്റെ ഇത് കണ്ടെത്തി ഭേദഗതികൾ നിർദ്ദേശിച്ച് സംസാരിക്കുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതായിട്ട് മാറി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ പറയുന്ന കാര്യങ്ങൾ വളരെ കൗതുകത്തോടെ ശ്രദ്ധയോടുകൂടി ഗവൺമെന്റ് നിരീക്ഷിക്കാറുണ്ട്. സഭ ശ്രദ്ധയോടുകൂടി പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാകും, കാര്യമുള്ളതാണ് പറയുന്നത് എന്ന നിലയിൽ ഒരു വിശ്വാസ്യത ആർജിക്കാൻ കഴിഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഹാർഡ് വർക്ക് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. പലപ്പോഴും ഞാൻ ഉറങ്ങുന്നത് 2 മണിക്കും 3 മണിക്കും ഒക്കെയാണ് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ. കാരണം അപ്പം ഏറ്റവും കൂടുതൽ ഇന്റലക്ച്വൽ എക്സസൈസ്, ബൗദ്ധികമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് സമ്മേളനം നടക്കുന്ന കാലയളവിൽ അവിടെ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒരു അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. ഒരു അഭിഭാഷകൻ, അഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതും ഇതാണല്ലോ, ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കേസ് വരുമ്പോൾ അതിൻ്റെ നിയമം, അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ അത് അനലൈസ് ചെയ്ത് കണ്ടെത്തി. അപ്പോൾ ആ നിലയിലുള്ള ഒരു അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ടാകുന്നതിനൊക്കെ ഇത് സഹായകരമായി തീർന്നിട്ടുണ്ട്. മൊത്തത്തിൽ അതൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പാർലമെന്ററി രംഗത്തെ പ്രവർത്തനത്തിൽ ഒരു നല്ല കൗതുകവും താല്പര്യവും ഉണ്ടായതുകൊണ്ട് തന്നെ പല ജനകീയ പ്രശ്നങ്ങളും, അതിലാരും കാണാത്ത പല കാര്യങ്ങളും കണ്ടെത്തി സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ. പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളറിയണം, ഞാൻ മിക്കവാറും ലാസ്റ്റ് സ്പീക്കറാണ്. ഒരു ബില്ല് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചർച്ച, ഒരു ഡിബേറ്റ് വരുമ്പോൾ, സഭയിൽ ചർച്ച നടക്കുമ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികളുടെ 2, 3, 4 റൗണ്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിലാണ്, 12-ാമത്തെ മണിക്കൂറിൽ 8-ാമത്തെ മണിക്കൂറിലാണ്. അപ്പം ഒരുവിധം അതുമായി ബന്ധപ്പെട്ട മുഴുവൻ പോയിന്റ്സും മറ്റുള്ളവരൊക്കെ പറഞ്ഞു. അതേ കാര്യം ആവർത്തിക്കുന്നത് കൊണ്ട് ഒരു ശ്രദ്ധയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിനൊരു പ്രത്യേക വീക്ഷണത്തിൽ നൂതനമായ അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് അത് ശ്രദ്ധേയമായി തീരുന്നത്. ആ കാര്യത്തിൽ കുറേയൊക്കെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് സഭയിൽ ഒരു വലിയ സ്വീകാര്യത പലപ്പോഴും കിട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്കറിയാം, പാർലമെന്റിൽ ഒരു ഏകാംഗമാണ് ഞാൻ, എൻ്റെ പാർട്ടിയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ കരുതുന്നത്, ഇന്ത്യൻ പാർലമെന്റിൽ സഭാ നടപടികൾ നിയന്ത്രിക്കാനുള്ള പാനൽ മെമ്പേഴ്സിൽ 10 പേരാണത്. ആ 10 പേരിൽ എന്നെയും ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പാർട്ടി സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ 10 അംഗങ്ങളെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. BJPക്ക് 4, കോൺഗ്രസിന് 2, അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, ഇങ്ങനെ ഓരോ പാർട്ടിക്കും അവരുടെ ശക്തി എത്രയുണ്ടോ അതനുസരിച്ചാണ്. പക്ഷേ എൻ്റെ ഒരു ഏകാംഗ പാർട്ടിക്ക് ഇന്നേ അവരെ കിട്ടിയ ചരിത്രമില്ല. അത് ഐകകണ്ഠേന സഭ അംഗീകരിച്ച്, സ്പീക്കർ അംഗീകരിച്ചാണ്. സ്പീക്കറിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ആശ്വാരഭത്തോടു കൂടിയാണ് അതിന്. അപ്പോൾ ഉടനെ സ്പീക്കർ പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്, കാരണം എനിക്കറിയാം ഇത് സഭയ്ക്ക് പൊതുവെ സ്വീകാര്യമായിരിക്കും. അപ്പം അതൊക്കെ ഒരു പാർലമെന്ററി ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പാർലമെന്ററി ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം സാർത്ഥകമായ അനുഭവങ്ങളുടെ 10 വർഷമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പൊതുരംഗത്ത് ഇത്രയും സജീവമായി നിൽക്കുമ്പോൾ, ഇപ്പൊ തിരക്കുണ്ട്, ഇത്രയും അധികം വർക്ക് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ എങ്ങനെയാണ് ഒരു സാറിന്റെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വന്നാൽ, നല്ലൊരു കുടുംബസ്ഥൻ, എനിക്ക് തോന്നുന്നു കൊച്ചുമക്കളും ഒക്കെ ആയിട്ട്, അങ്ങനെ ഒരു സമയം എങ്ങനെയാണ് പോകുന്നത്? അവിടെയുള്ള ഒരു പ്രേമചന്ദ്രൻ സാർ എങ്ങനെയാണ്?
ഞാൻ നല്ലതുപോലെ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഞാനത് ഭംഗിവാക്കിന് വേണ്ടി പറയുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിലായാലും പാർലമെന്ററി രംഗത്തെ പ്രവർത്തനത്തിലായാലും ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൊക്കെ എൻ്റെ കുടുംബം എനിക്കൊരു വലിയ ആശ്വാസമാണ്. എൻ്റെ ഭാര്യ ഡോക്ടർ ഗീത ഈ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാറുണ്ട്, സഹായിക്കാറുണ്ട്. എന്നേക്കാൾ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ചെയ്യാറുണ്ട്. മകൻ കാർത്തിക് ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി കുടുംബവുമായി സമയം ചെലവഴിക്കാൻ പരമാവധി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള പാർലമെന്ററി കമ്മിറ്റി ടൂറിന് പോകുമ്പോൾ അതുപോലെ ഇതുപോലെയുള്ള അവസരങ്ങളിൽ പോകുമ്പോൾ അവരെയും ഞാൻ കൂട്ടാറുണ്ട്. മകനെയല്ല, ഇപ്പം ഗീതയെയും കൂട്ടാറുണ്ട്. നമുക്കൊരു എൻകറേജ്മെന്റ് ആണ്, ഒരു അത്താണിയാണ്, ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ, സഹായം അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെൻ്റെ പൊതുജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ, പാർലമെന്ററി ജീവിതത്തിൽ ഒരു താങ്ങായി, തണലായി പലപ്പോഴും മാറിയിട്ടുണ്ട്. സംസാരം സത്യത്തിൽ എവിടെയെങ്കിലും അവസാനിക്കുന്നില്ല, എന്റെ ചോദ്യങ്ങളും അവസാനിക്കുന്നില്ല. പ്രത്യേകിച്ച് സാറിനെ പോലെ ഇത്രയും സംസാരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷേ തിരഞ്ഞെടുപ്പ്, പ്രചരണം ഒക്കെ ഇരിക്കുന്നുണ്ട്. സാറിന് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരികയാണ്. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, പ്രചരണം ചൂടേറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു മത്സരത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് അവസാനമായി നമ്മളുടെ കൊല്ലംകാരോട് ഈ ഒരു സാഹചര്യത്തിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു വാക്ക്, ഒരു ഉറപ്പ്? ഞാൻ ഈ പ്രാവശ്യം 18ാം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടും അതിലേറെ അഭിമാനബോധത്തോടും കൂടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊല്ലം ജനത എന്നെ ഏൽപ്പിച്ച ചുമതലയും ഉത്തരവാദിത്വവും എന്നിൽ അർപ്പിച്ച വിശ്വാസവും 100% അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും കൂടി നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ പ്രചരണത്തിൽ കേൾക്കുന്നത്. കൊല്ലത്തിന്റെ സ്വന്തം പ്രേമലു, ഇന്ന് കൗമാരക്കാരുടെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ചലച്ചിത്രമാണ് പ്രേമലു. അത് തന്നെ ഇങ്ങോട്ട് കടമെടുക്കുമ്പോൾ അത് കൊല്ലംകാരുടെ സ്വന്തം പ്രേമചന്ദ്രൻ സാറായി മാറുകയാണ്. എന്തായാലും സാറിനും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ഇത്രയും നേരം ഞങ്ങളുമായി സമയം ചെലവഴിച്ചുള്ള സന്തോഷം അറിയിക്കുന്നു. അപ്പം പ്രേമേന്ദ്രൻ സാറിനോടൊപ്പം പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്. താങ്ക് യു.